അവസാന ലാപ്പിൽ ക്ഷേമ പെൻഷനും നിലമ്പൂരിൽ മുഖ്യ ചർച്ചയാണ്. പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിച്ച് UDF രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പെൻഷൻ കൊടുക്കുന്നു എന്ന ആരോപണത്തെ പരിഹാസത്തോടെയാണ് CPM നേരിടുന്നത്. നിലമ്പൂരിലെ പ്രചാരണത്തിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ക്ഷേമ പെൻഷൻ വലിയ വിവാദമായതാണ്. പെൻഷൻ വാങ്ങുന്നവരെ കോൺഗ്രസ് അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ച് CPM ഇത് വലിയ പ്രചാരണ വിഷയമായി ഏറ്റെടുത്തു. അവസാന ലാപ്പിലും ക്ഷേമ പെൻഷൻ മുഖ്യ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പൊതുയോഗത്തിലാണ് ക്ഷേമ പെൻഷൻ ഇനിയും കൂട്ടുമെന്ന സൂചന നൽകിയത്. വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ആരോപിച്ച് UDF രംഗത്തെത്തി. പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ചെയ്തുകൂടാത്ത ഒരു കാര്യമാണ്. പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതിനുള്ള നടപടികളാണ് ആദ്യം സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പെൻഷൻ നൽകുന്നുവെന്ന ആരോപണമാണ് കോൺഗ്രസ് നേരത്തെ തന്നെ ഉയർത്തിയത്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയും ഇത് ആവർത്തിച്ചു. ഇതിന് CPM നൽകുന്ന മറുപടി ഇങ്ങനെ: പെൻഷൻ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് കൊടുക്കുന്നത് എന്ന് കേരളത്തിൽ വന്നൊരാൾ പറഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ? പെൻഷൻ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണോ കൊടുക്കുന്നത്? ഇടയ്ക്ക് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെ തുടർന്ന് ചില മാസങ്ങളിൽ കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക പിന്നീട് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുകയല്ലേ ചെയ്തത്. അബദ്ധം പറയാൻ ആർക്കും അവകാശമുണ്ട്, കേസെടുക്കാൻ നിയമമില്ല. പക്ഷെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സംസാരിക്കുന്നതാണ് എല്ലാവരെയും കുറിച്ച് സമൂഹത്തിൽ ബഹുമാനം ഉണ്ടാകാൻ നല്ലത്. അല്ലെങ്കിൽ ആളുകൾ അത് തിരിച്ചറിയുകയും പറയുന്നവരോടുള്ള മതിപ്പ് കുറയുകയും ചെയ്യും. എന്നാൽ കോൺഗ്രസ് ആരോപണം ശക്തിയായി വീണ്ടും ഉന്നയിക്കുകയാണ്. ക്ഷേമ പെൻഷൻ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന CPM-ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മറുപടി ഇങ്ങനെ: തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാവേണ്ട വിഷയമാണ് പാവപ്പെട്ടവരുടെ പെൻഷൻ. അർഹതപ്പെട്ടവർക്ക് സമയാസമയങ്ങളിൽ കിട്ടുന്നതിന്റെ സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. അത് പറയുമ്പോൾ ആർക്കെങ്കിലും നോവുന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. ഇതിനിടെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ കണക്ക് അവതരിപ്പിച്ച ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഓഫീസ് വാർത്താക്കുറിപ്പിറക്കി. UDF കാലത്തെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനയുടെ ലക്ഷ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. News 18 നിലമ്പൂർ.